ഹലോ എവരിവൺ, ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ടൊമാറ്റോ റൈസാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് 10 മിനിറ്റിനുള്ളിൽ തന്നെ വേഗത്തിൽ ഉണ്ടാക്കി കഴിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ 4 തക്കാളി നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സവോളയാണ്. അത് ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 5 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകുമാണ് ആവശ്യമുള്ളത്. ഞാൻ ഇത് ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. അതാണ് നമ്മൾ പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞത്. കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതേ അളവിൽ തന്നെ സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ് നമുക്ക് ആവശ്യമാണ്. 2 കറുവപ്പട്ടയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കോലം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ചീരമാണ് ഇപ്പം ഇട്ടത്. അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 2 കഷ്ണം ഏലയ്ക്ക. ഇതിലേക്ക് നമുക്ക് 5-6 കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റ് കൊടുക്കട്ടെ ഇതിട്ട് കഴിയുമ്പോൾ. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ആ 2 സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട ശേഷം അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നീട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ടൊമാറ്റോ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിട്ട ശേഷം ആ തക്കാളിയുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചില്ലി പൗഡറാണ് ഇടേണ്ടത്. പിന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഒരു റൈസിന് കൊടുക്കും. പിന്നെ ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കുക. ഈ ഗ്രേവിയുടെ എണ്ണ നന്നായിട്ട് തെളിഞ്ഞെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ റൈസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 കപ്പ് റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും നമ്മൾ കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. കൈമ റൈസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. റൈസ് ഇട്ട ശേഷം ഈ ഗ്രേവിയും റൈസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിന് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. 4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഉപ്പ് എപ്പോഴും ചേർക്കുമ്പോൾ ഒരല്പം കൂടി നിൽക്കുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കുക. എങ്കിലേ ആ റൈസിന് ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ കേൾക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതേ നമ്മുടെ ആ കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം കേട്ടോ. നമ്മുടെ ടൊമാറ്റോ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഷെയർ ചെയ്തത്. ഇതിൻ്റെ സൈഡായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റൈത്ത അല്ലെങ്കിൽ പിക്കിൾ എന്തെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.